ഹോൾഡിംഗ് കമ്പനീസിൻ്റെ അക്കൗണ്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹോൾഡിംഗ് കമ്പനീസിൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വരെയുള്ള സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് റീവാലുവേഷൻ ഓഫ് അസറ്റ് എന്താണെന്ന് നോക്കാം. റീവാലുവേഷൻ ഓഫ് അസറ്റ്, അതായത് ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനീനെ അക്വയർ ചെയ്യുന്ന സമയത്ത് സബ്സിഡിയറി കമ്പനിയുടെ അസറ്റ് എല്ലാം അവർ വീണ്ടും വാല്യൂ ചെയ്യും. ഇതാണ് റീവാലുവേഷൻ ഓഫ് അസറ്റ്. റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് എങ്ങനെയൊക്കെ ആവാം? അപ്വേർഡ് റീവാലുവേഷൻ ആവാം, അല്ലെങ്കിൽ ഡൗൺവേർഡ് റീവാലുവേഷൻ ആവാം. അപ്വേർഡ് റീവാലുവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സബ്സിഡിയറി കമ്പനിയുടെ അസറ്റ്സിന് ഉണ്ടായിരുന്ന വാല്യൂവിനേക്കാൾ കൂടുതൽ വാല്യൂ റീവാലുവേഷൻ ടൈമിൽ വരുവാണെങ്കിൽ അപ്വേർഡ് റീവാലുവേഷൻ ആണെന്ന് പറയാം. കുറവ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ ഡൗൺവേർഡ് റീവാലുവേഷൻ ആണെന്ന് പറയാം. ഇനി അപ്വേർഡ് റീവാലുവേഷൻ ഉണ്ടാവുമ്പോൾ എന്താണ് അവിടെ? റീവാലുവേഷൻ പ്രോഫിറ്റ് ഉണ്ടാവുകയാണ് അല്ലേ. അപ്പോൾ സബ്സിഡിയറി കമ്പനിയുടെ അസറ്റ്സിന് ഉണ്ടായിരുന്നത് 5 lakh വാല്യൂ ആണ്. അപ്പോൾ റീവാല്യൂ ചെയ്തപ്പോൾ അത് 6 lakh ആയി. അപ്പോൾ എക്സ്ട്രാ അവിടെ 1 lakhന്റെ പ്രോഫിറ്റ് ഉണ്ടായി, അതെ അല്ലേ. അതാണ് റീവാലുവേഷൻ പ്രോഫിറ്റ്. ഈ റീവാലുവേഷൻ പ്രോഫിറ്റ് എഫക്റ്റ് ചെയ്യുന്നത് എന്തിനെയായിരിക്കും? ക്യാപിറ്റൽ പ്രോഫിറ്റിനെ ആയിരിക്കും. അസറ്റ് ക്യാപിറ്റൽ നേച്ചർ ഉള്ളതാണ് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റിനെയാണ് ഈ റീവാലുവേഷൻ ഓഫ് അസറ്റ്സിലെ റീവാലുവേഷൻ പ്രോഫിറ്റ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അസറ്റ് റീവാല്യൂ ചെയ്യുമ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റ്, അതായത് അപ്വേർഡ് റീവാലുവേഷൻ ആണെങ്കിൽ ആ റീവാലുവേഷൻ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. ഇതേപോലെ തന്നെ ഇനി ഡൗൺവേർഡ് റീവാലുവേഷൻ ആണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? റീവാലുവേഷൻ ലോസ് ആയിരിക്കും. റീവാലുവേഷൻ ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് ആ വാല്യൂ ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. ഇത്രയാണ് റീവാലുവേഷൻ ഓഫ് അസറ്റ്സിന് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ ഒരു ഭാഗം വരുന്നത്. അതായത് അപ്വേർഡ് റീവാലുവേഷൻ ആണെങ്കിൽ ആ എമൗണ്ട് ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. ഡൗൺവേർഡ് റീവാലുവേഷൻ ആണെങ്കിൽ ആ റീവാലുവേഷൻ ലോസിൻ്റെ എമൗണ്ട് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആണ് അല്ലേ. അസറ്റ്സ് വരുമ്പോൾ എന്തുണ്ടായിരിക്കും? അസറ്റിന് ഡിപ്രീസിയേഷൻ ഉണ്ടായിരിക്കും. ഈ അപ്വേർഡ് റീവാലുവേഷനും ഡൗൺവേർഡ് റീവാലുവേഷനും ഒക്കെ വരുമ്പോൾ ഡിപ്രീസിയേഷനെയും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്വേർഡ് റീവാലുവേഷൻ ആണെങ്കിൽ എന്താണ്? നമ്മൾ ഓൾറെഡി ചാർജ് ചെയ്തിട്ടുള്ള ഡിപ്രീസിയേഷൻ എങ്ങനെയായിരിക്കും? ഓൾറെഡി ചാർജ് ചെയ്തിട്ടുള്ള ഡിപ്രീസിയേഷൻ കുറവ് എമൗണ്ടിൻ്റെ ഡിപ്രീസിയേഷൻ ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടാവുക. അപ്വേർഡ് റീവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇപ്പോൾ കൂടുതൽ എമൗണ്ട് നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിപ്രീസിയേഷൻ ഇൻക്രീസ് ചെയ്യും. ഡിപ്രീസിയേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ എന്ത് പ്രോഫിറ്റിനെയാണ് എഫക്റ്റ് ചെയ്യുക? റവന്യൂ പ്രോഫിറ്റിനെയാണ് എഫക്റ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ഡിപ്രീസിയേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ കൂടിയ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം? റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. ഇനി ഡൗൺവേർഡ് റീവാലുവേഷൻ ആണെങ്കിൽ, ഡൗൺവേർഡ് റീവാലുവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അസറ്റിൻ്റെ വാല്യൂവിനേക്കാൾ കുറഞ്ഞ വാല്യൂ ആയിരിക്കും റീവാല്യൂഡ് ഫിഗർ അല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടാവുക ഹൈ ഡിപ്രീസിയേഷൻ ആയിരിക്കും. ഇപ്പോൾ ഡിപ്രീസിയേഷൻ റീവാല്യൂ ടൈമിൽ ഡിപ്രീസിയേഷൻ എന്തായിരിക്കും? കുറവ് ഡിപ്രീസിയേഷൻ ആയിരിക്കും. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന എക്സ്പെൻസ് കുറയുമ്പോൾ റവന്യൂ പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് റവന്യൂ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ്? അപ്വേർഡ് റീവാലുവേഷൻ ആണെങ്കിൽ ആ എക്സ്ട്രാ ഡിപ്രീസിയേഷൻ റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. അപ്വേർഡ് റീവാലുവേഷൻ ആണെങ്കിൽ ആ കുറവുള്ള ഡിപ്രീസിയേഷൻ റവന്യൂ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. ഇതാണ് ഡിപ്രീസിയേഷൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇത് ബാലൻസ് ഷീറ്റിനെ എഫക്റ്റ് ചെയ്യും അല്ലേ. അസറ്റാണ്. അസറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എന്ത് ചേഞ്ചസ് ആണെന്ന് നോക്കാം. ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസറ്റ് നമ്മൾ കാണിക്കുമ്പോൾ റീവാല്യൂ ചെയ്തു അല്ലേ. അപ്പോൾ സബ്സിഡിയറിയുടെ അസറ്റ് കാണിക്കുക ഏത് ഫിഗറിലായിരിക്കും? റീവാല്യൂഡ് എമൗണ്ടിലായിരിക്കും കാണിക്കുക.
അപ്പോൾ അതിൽ നിന്ന് എന്ത് റിവാല്യൂ ചെയ്തപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ അതിൽ മൈനസ് ചെയ്തിട്ടില്ല, ഡിപ്രീസിയേഷനും കൂടി മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അപ്പോൾ എന്തിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, റവന്യൂ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ബാലൻസ് ഷീറ്റിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഫ്രം ദി ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഓഫ് എച്ച് ലിമിറ്റഡ് ആൻഡ് എസ് ലിമിറ്റഡ് ഡ്രോൺ അപ്പ് അറ്റ് 31st December 2019 പ്രിപ്പയർ എ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡിയറി കമ്പനിയുടെയും ബാലൻസ് ഷീറ്റാണ്. 31st December 2019 ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം? ഈ ബാലൻസ് ഷീറ്റിൽ നിന്നാണ് നമ്മൾ റവന്യൂ പ്രോഫിറ്റ് എത്രയാണ്, ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയാണ്, ഗുഡ് വിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്രയാണെന്നൊക്കെ ഈ ബാലൻസ് ഷീറ്റിൽ നിന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഷെയർസ് എച്ച് ലിമിറ്റഡിൻ്റെ 10 lakh ആണ്, എസ് ലിമിറ്റഡിൻ്റെ 2 lakh ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ 2 lakhൽ ഒരു ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്? 100 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എത്ര ഷെയർസ് ഉണ്ട്? സബ്സിഡിയറി കമ്പനിക്ക് എത്ര ഷെയർസ് ഉണ്ട്? 2 lakh ഡിവൈഡഡ് ബൈ 100 അല്ലേ. 2000 ഷെയർസ് ആണ് എസ് ലിമിറ്റഡിന് ഉള്ളത് അല്ലേ. ഇനി റിസർവ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇനി അസറ്റ് സൈഡിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ്, അതായത് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. എത്ര ഷെയർ ആണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ 1600 ഷെയർസ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒരു ഷെയറിന് 200 rupeesനാണ് അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 2000 ഷെയർസ് ആണുള്ളത്. അതിൽ നിന്ന് 1600 ഷെയർസ് ആണ് എച്ച് ലിമിറ്റഡ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒരു ഷെയറിന്റെ വാല്യൂ 100 ആണ്, ഒരു പർച്ചേസ് ചെയ്തിട്ടുള്ളത് എത്ര റുപ്പീസിനാണ്? 200നാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം നമുക്ക് അത് ഗുഡ് വിൽ ആണെന്നുള്ളത് അല്ലേ. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ റിസർവ്സ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എസ് ലിമിറ്റഡ്, സബ്സിഡിയറി കമ്പനിയുടെ റിസർവ്സും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഡേറ്റ് ആണ്. ഡേറ്റ് എന്നാണ്? 1st January 2019. അക്വിസിഷൻ ഡേറ്റ് 1st January 2019 ആണ്. അപ്പോൾ ഡേറ്റ് ഓഫ് അക്വിസിഷനിൽ ഉള്ള അവരുടെ റിസർവ്സും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അത് എന്ത് പ്രോഫിറ്റ് ആയിരിക്കും? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് ഈ 50,000ഉം 30,000ഉം. ഓൺ ദി ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ഇറ്റ്സ് 80% ഷെയർസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ഷെയർ ആണ് അക്വയർ ചെയ്തത്? 80% ഷെയർസ് അക്വയർ ചെയ്തു. ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് തന്നിട്ടുള്ളത് മെഷീനറി. ബുക്ക് വാല്യൂ 2 lakh ഉള്ള മെഷീനറി ആണ്. ഫർണിച്ചർ ബുക്ക് വാല്യൂ 40,000 ആണ്. റീവാല്യൂ ചെയ്തത്, മെഷീനറി റീവാല്യൂ ചെയ്തത് 2 lakh ഉണ്ടായിരുന്നത് 3 lakh, അതായത് കൂടുതൽ അപ്വേർഡ് റിവാലുവേഷൻ ആണ്. ഫർണിച്ചർ 40,000 ഉണ്ടായിരുന്നത് 30,000 ഡൗൺവേർഡ് റിവാലുവേഷൻ ആണ്. ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റ് റീവാലുവേഷൻ ഓഫ് അസറ്റ് എന്തിനെയൊക്കെ എഫക്ട് ചെയ്യും? ക്യാപിറ്റൽ പ്രോഫിറ്റിനെ എഫക്ട് ചെയ്യും, റവന്യൂ പ്രോഫിറ്റിനെ എഫക്ട് ചെയ്യും, ബാലൻസ് ഷീറ്റിനെയും എഫക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ വീണ്ടും അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ അതിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് വെക്കണം? ഈ അഡ്ജസ്റ്റ്മെന്റ് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം റിവാലുവേഷൻ ഓഫ് മെഷീനറിയും ഫർണിച്ചറും എന്തിനെയൊക്കെ എവിടെയൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഫസ്റ്റ് ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ നമുക്ക് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 80% ആണെന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഔട്ട്സൈഡേഴ്സിന്റെ ഷെയർ എത്രയായിരിക്കും? % ആയിരിക്കും. ഇനി റീവാലുവേഷൻ ഓഫ് മെഷീനറി. ഫസ്റ്റ് മെഷീനറിയുടെ റീവാലുവേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മെഷീനറിയുടെ ബുക്ക് വാല്യൂ എത്രയാണ്? 2 lakh ആണ്. റീവാല്യൂ ചെയ്തത് ഏത് എമൗണ്ടിനാണ്? 3 lakhനാണ് റീവാല്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അപ്വേർഡ് റീവാലുവേഷൻ ആണ് അല്ലേ. 2 lakhനേക്കാൾ കൂടുതലാണ് റീവാല്യൂഡ് ഫിഗർ വന്നത്. അപ്വേർഡ് റീവാലുവേഷൻ എത്ര എമൗണ്ട് ആണ്? 1 lakhന്റെ അപ്വേർഡ് റീവാലുവേഷൻ ആണ് അവിടെ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവിടെ 1 lakh ആണ്.
ഈ റീവാലുവേഷൻ പ്രോഫിറ്റ് എന്തിനെയാണ് എഫക്റ്റ് ചെയ്യാം? ക്യാപിറ്റൽ പ്രോഫിറ്റിനെയാണ് എഫക്റ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ത് ചെയ്യണം, റീവാലുവേഷൻ അപ്പോൾ റീവാലുവേഷൻ ഉണ്ടെങ്കിൽ റീവാലുവേഷൻ പ്രോഫിറ്റ് 1 lakhനെ ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. ഇനി എന്താണ് നോക്കേണ്ടത് നമ്മൾ? അതിൻ്റെ ഡിപ്രീസിയേഷൻ ആണ് എഫക്റ്റ് ചെയ്യുക അല്ലേ. ഡിപ്രീസിയേഷൻ അപ്പോഴ് റീവാലുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ്? ഡിപ്രീസിയേഷൻ ആദ്യം ചാർജ് ചെയ്തത് 2 lakhന് മാത്രമാണ്. ഇനിയിപ്പോൾ എത്രയും കൂടി ചാർജ് ചെയ്യണം? 3 lakhന് ചാർജ് ചെയ്യണം. അപ്പോൾ 1 lakhന് എക്സ്ട്രാ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം അല്ലേ. ഈ എക്സ്ട്രാ ഡിപ്രീസിയേഷൻ വരുന്നത് എന്തിനെയാണ് എഫക്റ്റ് ചെയ്യാം? റവന്യൂ പ്രോഫിറ്റിനെയാണ് അല്ലേ. ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് കൂടുമ്പോൾ റവന്യൂ പ്രോഫിറ്റ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എന്ത് ചെയ്യണം? റവന്യൂ പ്രോഫിറ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ എത്ര എമൗണ്ടാണ് ഡിഡക്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഇതിൽ ഡിപ്രീസിയേഷൻ എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജ് നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? നമുക്ക് മെഷീനറിയുടെ ബുക്ക് വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 2 lakh ആണ് ബുക്ക് വാല്യൂ. ഈ മെഷീനറി എസ് ലിമിറ്റഡിൻ്റെ ആണ് അല്ലേ. ഈ മെഷീനറി ബാലൻസ് ഷീറ്റിൽ നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? 1,80,000 ആണ് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? ഈ 2 lakhൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഈ 1,80,000. അപ്പോൾ ഡിപ്രീസിയേഷൻ എത്രയായിരിക്കും? 20,000 ആയിരിക്കും ഡിപ്രീസിയേഷൻ അല്ലേ. 2 lakh മൈനസ് 1,80,000 20,000 ആയിരിക്കും ഡിപ്രീസിയേഷൻ. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കിട്ടിയാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഡിപ്രീസിയേഷൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 20,000 ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ 2 lakh into 100. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10%. ഈ 10% ആണ് ഡിപ്രീസിയേഷൻ റേറ്റ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 1 lakh into 10%. ഡിപ്രീസിയേഷൻ വരുന്നത് എത്രയാണ്? 10,000 ആണ് ഡിപ്രീസിയേഷൻ. ഈ 10,000 ആണ് നമ്മൾ റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കേണ്ടത്. ഇനി നമുക്ക് റീവാലുവേഷൻ ഓഫ് ഫർണിച്ചർ നോക്കാം. ഇതേപോലെ തന്നെ റീവാലുവേഷൻ ഓഫ് ഫർണിച്ചർ ബുക്ക് വാല്യൂ എത്രയാണ്? 40,000 ആണ്. റീവാല്യൂ ചെയ്തത് എത്ര ഫിഗറിനാണ്? 30,000-നാണ്. അതായത് 40,000 ഉണ്ടായിരുന്നത് റീവാല്യൂ ചെയ്തപ്പോൾ 30,000 ആയി. അപ്പോൾ ഇവിടെ എന്താണ്? ഡൗൺവേർഡ് റീവാലുവേഷൻ ആണ് അല്ലേ. റീവാലുവേഷൻ ലോസ് ആണ് ഉണ്ടായത്. എത്ര എമൗണ്ട്? 40,000 മൈനസ് 30,000 10,000. ഡൗൺവേർഡ് റീവാലുവേഷൻ ഉണ്ടായത് 10,000 ആണ്. ഈ ഡൗൺവേർഡ് റീവാലുവേഷൻ എന്തിനെയാണ് എഫക്റ്റ് ചെയ്യുക? ക്യാപിറ്റൽ പ്രോഫിറ്റിനെയാണ്. ഡൗൺവേർഡ് റീവാലുവേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്ത് ചെയ്യണം? ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. ഇനി എന്താണ് എഫക്ട് ചെയ്യുക? അതിന് ഡിപ്രീസിയേഷൻ അല്ലേ. ഡിപ്രീസിയേഷൻ എന്തിനെയാണ് എഫക്ട് ചെയ്യുക? റവന്യൂ പ്രോഫിറ്റിനെ. ഡൗൺവേർഡ് റീവാലുവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആദ്യം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കുക ഈ 40,000 മേലാണ്. ഇനി ഡിപ്രീസിയേഷൻ എത്ര എമൗണ്ട് ചാർജ് ചെയ്താൽ മതി? 30,000 ചാർജ് ചെയ്താൽ മതി. അപ്പോൾ ഡിപ്രീസിയേഷൻ ആദ്യം ചാർജ് ചെയ്തതിനേക്കാൾ കുറവ് ഇനി ചാർജ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന എക്സ്പെൻസ് കുറയാണ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ എന്ന എക്സ്പെൻസ് കുറയുമ്പോൾ റവന്യൂ പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ അത് നമുക്ക് റവന്യൂ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കാം. ഇതിനും നമ്മൾ റേറ്റ് തന്നിട്ടില്ല. റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ. അപ്പോൾ ഇതിൽ ബുക്ക് വാല്യൂ 40,000 ഉണ്ട്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ളത് 34,000 ആണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എത്രയായിരിക്കും? 40,000 മൈനസ് 34,000 6,000 ആയിരിക്കും. അപ്പോൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഡിപ്രീസിയേഷൻ 6,000 ഡിവൈഡഡ് ബൈ 40,000 ഇൻറ്റു 100 15%. അപ്പോൾ ഡിപ്രീസിയേഷൻ എങ്ങനെയായിരിക്കും? 10,000 ഇൻറ്റു 15%. 1,500 ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ റീവാലുവേഷൻ എഫക്ട് ചെയ്യുന്നത് എന്തിനായിരിക്കും? ബാലൻസ് ഷീറ്റിനെ എഫക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ബാലൻസ് ഷീറ്റിനെ ഈ റീവാലുവേഷൻ ഓഫ് മെഷീനറിയും ഫർണിച്ചറും എങ്ങനെയാണ് എഫക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്? റീവാല്യൂഡ് ഫിഗറിലാണ് കാണിക്കുക. എങ്ങനെയാണ്? അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മെഷീനറിയുടെ നോക്കാം. മെഷീനറിയുടെ റീവാല്യൂഡ് ഫിഗർ എത്രയാണ്? റീവാല്യൂ ചെയ്തത്
3 ലാഖിനാണ് റീവാല്യൂ ചെയ്തത്. അപ്പോൾ റീവാല്യൂ 3 ലാഖിൽ നിന്ന് ലെസ് ഡിപ്രീസിയേഷൻ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 10%. അപ്പോൾ 3 lakh ഇൻറ്റു 10%, 30,000 ലെസ് ചെയ്യുമ്പോൾ 2,70,000 ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. ഇനി ഇതേപോലെ തന്നെ ഫർണിച്ചറിൻ്റെ റീവാല്യൂഡ് ഫിഗർ എത്രയാണ്? 30,000 ആണ്. അപ്പോൾ 30,000-ന് 15% മൈനസ് ചെയ്തിട്ട് വേണം ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ. അപ്പോൾ ഫർണിച്ചർ 30,000 ലെസ് ഡിപ്രീസിയേഷൻ 30,000-ൻ്റെ 15%, 4,500 ലെസ് ചെയ്യുക, 25,500 ആണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. അപ്പോൾ റീവാലുവേഷൻ ഓഫ് മെഷീനറിയുടെ കംപ്ലീറ്റ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ കാണിച്ചു. റിവാലുവേഷൻ റവന്യൂ പ്രോഫിറ്റിനെയും ക്യാപിറ്റൽ പ്രോഫിറ്റിനെയും ബാലൻസ് ഷീറ്റിനെയും എങ്ങനെയാണ് എഫക്ട് ചെയ്യാന്നുള്ളത്. ഇനി നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും ഗുഡ്വില്ലും നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ക്യാപിറ്റൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ് അല്ലേ? അക്വിസിഷൻ ഡേറ്റ് വരെ കമ്പനി ഏൺ ചെയ്ത പ്രോഫിറ്റിനെയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ പ്രോബ്ലത്തിൽ അക്വിസിഷൻ ഡേറ്റ് വരെ ഏൺ ചെയ്ത പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുള്ളത് അഡ്ജസ്റ്റ്മെന്റ് ആണ് അല്ലേ? ഓൺ ദി ഡേറ്റ് ഓഫ് അക്വിസിഷൻ 1 January 2019 വരെ എത്ര റിസർവിന്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെയും ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. റിസർവ്സ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 50,000 ആണ് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 30,000. രണ്ടും കൂടി ആഡ് ചെയ്യുക, 50,000 പ്ലസ് 30,000 80,000 ആണ് നമുക്ക് എമൗണ്ട് കിട്ടും. ഇനി ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്യുക, ലെസ് ചെയ്യാനുള്ളതൊക്കെ ലെസ് ചെയ്യുക. അഡ്ജസ്റ്റ്മെന്റിൽ നമ്മളതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? റിവാലുവേഷൻ ഓഫ് മെഷീനറിയിൽ ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് എന്താണ്? അപ്വേർഡ് റിവാലുവേഷൻ 1 lakh ആഡ് ചെയ്യണം. ആഡ് അപ്വേർഡ് റിവാലുവേഷൻ 1 lakh. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 1,80,000 കിട്ടും. ഇനി എന്താണ് ലെസ് ചെയ്യാനുള്ളത്? ലെസ് ഫ്രം ക്യാപിറ്റൽ പ്രോഫിറ്റ് ഡൗൺവേർഡ് റിവാലുവേഷൻ 10,000 ആണ് ലെസ് ചെയ്യാനുള്ളത്. ലെസ് ഡൗൺവേർഡ് റിവാലുവേഷൻ 10,000. അപ്പോൾ കിട്ടുന്നത് 1,70,000. ഇതാണ് ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ ഫൈനൽ ആൻസർ. ഈ ക്യാപിറ്റൽ പ്രോഫിറ്റിനെയാണ് നമ്മൾ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയറും ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയറുമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർ, ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ 80% ആണ്. 80% എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ. ക്യാപിറ്റൽ പ്രോഫിറ്റിലെ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ എന്ത് ചെയ്യണം? ഗുഡ്വില്ലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ 80% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,36,000 ആണ് കിട്ടുന്നത്. അത് ഗുഡ്വില്ലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർ 20%, 1,70,000-ന്റെ 20% എന്ത് ചെയ്യണം? ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർ എപ്പോഴും നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. എമൗണ്ട് 34,000. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് റവന്യൂ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ റവന്യൂ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അക്വിസിഷന് ശേഷം, അതായത് പോർഷൻ പ്രോഫിറ്റ് ആണ്. അക്വിസിഷന് ശേഷം അവർ ഏൺ ചെയ്ത പ്രോഫിറ്റ് ആണ് റവന്യൂ പ്രോഫിറ്റ്. റവന്യൂ പ്രോഫിറ്റ് എവിടെയാണ് ഉണ്ടാവുക? ബാലൻസ് ഷീറ്റിലാണ് ഉണ്ടാവുക. ബാലൻസ് ഷീറ്റിൽ റിസർവ്സും വരുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വരുന്നുണ്ട്. എസ് ലിമിറ്റഡിൻ്റെ എമൗണ്ട്, സബ്സിഡിയറി കമ്പനിയുടെ എമൗണ്ട് ആണ് റവന്യൂ പ്രോഫിറ്റ് വരുന്നത് അല്ലേ? അപ്പോൾ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എമൗണ്ട് റെക്കോർഡ് ചെയ്യുക, എല്ലാം ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് 2 lakh ആണ്. ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ക്യാപിറ്റൽ പ്രോഫിറ്റ് കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ ഇതിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് അത് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതിനും ലെസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ആക്ച്വൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ 80,000 ആണ് അതിൽ നിന്നും ലെസ് ചെയ്ത് കാണിക്കേണ്ടത്. ലെസ് ക്യാപിറ്റൽ പ്രോഫിറ്റ് 80,000. ഇപ്പോൾ 2 lakhൽ നിന്ന് 80,000 ലെസ് ചെയ്യുമ്പോൾ 1,20,000. ഇനി നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ അസറ്റ് റീവാലുവേഷനിലുള്ളത് ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനുള്ളത്, അതായത് ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനൊക്കെ ഉണ്ട് അല്ലേ? അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആഡ് ചെയ്യാനുള്ളത് എന്താണ്? ഡൗൺവേർഡ് റീവാലുവേഷനിൽ 1,500 നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്വേർഡ് റിവാലുവേഷനിൽ 10,000 നമുക്ക് ലെസ് ചെയ്യാനുണ്ട്.
അപ്പോൾ ഇത് രണ്ടും നമുക്ക് ചെയ്യാം. ലെസ് ഡിപ്രീസിയേഷൻ അണ്ടർ ചാർജ് 10,000 ലെസ് ചെയ്യുമ്പോൾ 1,10,000, അതിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ ഓവർ ചാർജ് 1,500 ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് 1,11,500. ഇതാണ് നമ്മളുടെ ഫൈനൽ റവന്യൂ പ്രോഫിറ്റ്. ഈ ഫൈനൽ റവന്യൂ പ്രോഫിറ്റിനെയാണ് നമ്മൾ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയറും ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയറും ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ 80% ആണ്. 80% എന്താണ് ചെയ്യേണ്ടത്? റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. ഹോൾഡിംഗ് കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് അത് കാണിക്കുക. അതിൻ്റെ കൂടെ ഈ 80%, അതായത് 89,200 നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർ എപ്പോഴും നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്? ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? കൺസിഡറേഷൻ പെയ്ഡ് മൈനസ് വാല്യൂ ഓഫ് ഷെയർസ് അക്വയർഡ്, അല്ലേ? അപ്പോൾ ഫസ്റ്റ് വരുന്നത് കൺസിഡറേഷൻ പെയ്ഡ് ആണ്. കൺസിഡറേഷൻ പെയ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇവർ ഷെയർ അക്വയർ ചെയ്യാൻ വേണ്ടി എത്ര എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട്, അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാവും. 1,600 ഷെയർസ് 200 ഈച്ച്. എത്രയാണ് എമൗണ്ട്? 3,20,000. ഇതാണ് കൺസിഡറേഷൻ പെയ്ഡ് ആയിട്ട് വരുന്നത്. ഇനി ലെസ് വാല്യൂ ഷെയർസ് അക്വയർഡ്, അല്ലേ? എത്ര ഷെയർ ആണ് അക്വയർ ചെയ്തിട്ടുള്ളത്? 1,600 ആണ്. അതിൻ്റെ ആക്ച്വൽ വാല്യൂ എത്രയാണ്? 1,600 ഇൻറ്റു 100. ലെസ് വാല്യൂ ഷെയർസ് അക്വയർഡ് 1,60,000. അപ്പോൾ കിട്ടുന്നത് എത്രയാണ്? 1,60,000 ആണ് എമൗണ്ട് കിട്ടുന്നത്, അല്ലേ? ഇനി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതും ഒക്കെ ആഡ് ചെയ്യുക, ലെസ് ചെയ്യാനുള്ളതൊക്കെ ലെസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം. നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ഡിഡക്റ്റ് ഫ്രം ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗുഡ് വില്ലിൽ നിന്ന് ഈ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കും. ഹോൾഡിംഗ് കമ്പനി ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ലെസ് ചെയ്യാം. ഇപ്പോൾ ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 24,000. ഇത്രയുമാണ് ഗുഡ് വിൽ കിട്ടുന്നത്. ഈ ഗുഡ് വിൽ നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ഈ ഗുഡ് വിൽ കാണിക്കേണ്ടത് ബാലൻസ് ഷീറ്റിൽ ഏത് സൈഡിലാണ്? അസറ്റ് സൈഡിലാണ് ഈ ഗുഡ് വിൽ നമ്മൾ കാണിക്കേണ്ടത്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താണ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഹോൾഡിംഗ് എസ് ലിമിറ്റഡിന് ഷെയർസ് ഉള്ളത് എത്രയാണ്? 2 lakh ആണ് ഷെയർ ക്യാപിറ്റൽ. വാല്യൂ 100 ആണ്. അപ്പോൾ 2 lakh ഡിവൈഡഡ് ബൈ 100, 2,000 ഷെയർസ് ആണുള്ളത്. ഈ 2,000 ഷെയർസിൽ നിന്ന് എത്രയാണ് അക്വയർ ചെയ്തിട്ടുള്ളത്? 1,600 ഷെയർസ് ആണ് അക്വയർ ചെയ്തിട്ടുള്ളത്. ബാലൻസ് 400 ഷെയർസ് അക്വയർ ചെയ്തിട്ടില്ല. ഈ 400 ഷെയർസ് ഇൻറ്റു 100, ഈ വാല്യൂ ആണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഔട്ട്സൈഡേഴ്സ് 400 ഇൻറ്റു 100, 40,000 ആണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് റവന്യൂ പ്രോഫിറ്റിൻ്റെ ഒക്കെ ഔട്ട്സൈഡേഴ്സിൻ്റെ പോർഷൻ ആഡ് ചെയ്യാനുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയർ 34,000 നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. റവന്യൂ പ്രോഫിറ്റിൽ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ 89,200 ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാം. Add outsider's share of capital profit 34,000, outsider's share of revenue profit 22,300. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് 96,300. ഈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എവിടെയാണ് കാണിക്കേണ്ടത്? ബാലൻസ് ഷീറ്റിൽ നോൺ കറന്റ് ലയബിലിറ്റി ആയിട്ടാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണിക്കേണ്ടത്. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? കാൽക്കുലേഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറ്? അതിൽ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ആരുടെ മാത്രമേ ഉണ്ടാവുള്ളൂ? ഹോൾഡിംഗ് കമ്പനിയുടെ മാത്രമേ ഉണ്ടാവുള്ളൂ. റിസർവ്സും സർപ്ലസും ഹോൾഡിംഗ് കമ്പനിയുടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളത് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ക്രെഡിറ്റേഴ്സ് എച്ച് ലിമിറ്റഡിൻ്റെയും എസ് ലിമിറ്റഡിൻ്റെയും കൂടി ആഡ് ചെയ്യാം. ഇനി അസറ്റ്സ്
എച്ച് ലിമിറ്റഡിൻ്റെയും എസ് ലിമിറ്റഡിൻ്റെയും കൂടി ആഡ് ചെയ്യുക. ഫർണിച്ചർ ആഡ് ചെയ്യുക. കറണ്ട് അസറ്റ്സും ആഡ് ചെയ്യുക. പിന്നെ എന്താണ് ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ് എന്ത് ചെയ്യും ക്യാൻസൽ ചെയ്ത് പോകും. ഷെയർസ് ഇൻ എസ് ലിമിറ്റഡും ഈ എസ് ലിമിറ്റഡിൻ്റെ ഷെയർ ക്യാപിറ്റലും ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഗുഡ് വില്ലും നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഒക്കെയാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ വരുന്നത്. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് ഫോർമാറ്റ് വരയ്ക്കാം. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഫസ്റ്റ് എന്താണ് വരുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ് അല്ലേ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു എച്ച് ലിമിറ്റഡിൻ്റെ മാത്രമേ വരുള്ളൂ. എത്രയാണ് എമൗണ്ട് 10 lakh ആണ് എമൗണ്ട് വരുന്നത്. നെക്സ്റ്റ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് എച്ച് ലിമിറ്റഡിൻ്റെ എത്രയാണ് വരുന്നത് റിസർവ്സ് 4 lakh പ്രോഫിറ്റ് ആൻഡ് ലോസ് 2 lakh ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുണ്ട് അല്ലേ. എന്താണ് ആഡ് ചെയ്യാനുള്ളത് ഹോൾഡിംഗ് കമ്പനി ഷെയർ 80% നമ്മൾ എന്ത് ചെയ്യണം റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം 89,200. അപ്പോൾ ആഡ് ചെയ്യുക ഹോൾഡിംഗ് കമ്പനി ഷെയർ ഓഫ് റവന്യൂ പ്രോഫിറ്റ് 89,200. ഫൈനൽ ആൻസർ ഫൈനൽ ടോട്ടൽ കോളത്തിലേക്ക് ഇടാം. സർപ്ലസ് കഴിഞ്ഞു. ഇനിയുള്ളത് കറണ്ട് ലയബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ കറണ്ട് ലയബിലിറ്റിക്ക് മുമ്പ് എന്ത് നമ്മൾ റെക്കോർഡ് ചെയ്യണം നോൺ കറണ്ട് ലയബിലിറ്റിക്ക്. അപ്പോൾ നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് വരുന്നത് എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത് 96,300 നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് 96,300. ഇനി കറണ്ട് ലയബിലിറ്റി ക്രെഡിറ്റേഴ്സ് ആണ് കമ്പനിയുടെയും കൂടി ആഡ് ചെയ്തിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ എച്ച് ലിമിറ്റഡിൻ്റെ 3 lakh പ്ലസ് എസ് ലിമിറ്റഡിൻ്റെ 1 lakh ടോട്ടൽ 4 lakh. ഇത്രയുമാണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ വരുന്നത്. ഇനി എല്ലാം കൂടി ആഡ് ചെയ്യാം ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. നെക്സ്റ്റ് അസറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ അസറ്റ്സിൽ ഫസ്റ്റ് വരുന്നത് എന്താണ് ഫസ്റ്റ് ഗുഡ് വിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് 24,000 ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സിൽ കാണിക്കണം എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഗുഡ് വിൽ 24,000. ഇനി അത് ഫിക്സഡ് അസറ്റ്സ് ആണ് വരുന്നത് അല്ലേ. മെഷീനറി വരുന്നുണ്ട്. മെഷീനറി അപ്പോൾ എച്ച് ലിമിറ്റഡിൻ്റെ 6 lakh ആണ് വരുന്നത്. എച്ച് ലിമിറ്റഡിൻ്റെ 6 lakh അതേപോലെ തന്നെ നമ്മൾ കാണിക്കണം എസ് ലിമിറ്റഡിൻ്റെയിലാണ് പിന്നെ ചേഞ്ച് വരുന്നത് അല്ലേ. എസ് ലിമിറ്റഡിൻ്റെ റീവാല്യൂഡ് ഫിഗർ ആണ് കാണിക്കേണ്ടത് അല്ലേ. അപ്പോൾ മെഷീനറി എച്ച് ലിമിറ്റഡിൻ്റെ 6 lakh അങ്ങനെ തന്നെ കാണിക്കണം. എസ് ലിമിറ്റഡിൻ്റെയിലാണ് പിന്നെ ചേഞ്ചസ് വരുന്നത്. എങ്ങനെയാണ് കാണിക്കേണ്ടത് എസ് ലിമിറ്റഡിൻ്റെ നമ്മളിവിടെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെഷീനറി 3 lakh ആണ് റീവാല്യൂഡ് ഫിഗർ. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത് 2,70,000 ആണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. 2,70,000 ആഡ് ചെയ്യുക ഔട്ടർ കോളത്തിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ ഫർണിച്ചർ എച്ച് ലിമിറ്റഡിൻ്റെ 1 lakh അതേപോലെ തന്നെ കാണിക്കാം. എസ് ലിമിറ്റഡിൻ്റെ റീവാല്യൂഡ് ഫിഗർ ആണ് കാണിക്കേണ്ടത്. ഫർണിച്ചർ എച്ച് ലിമിറ്റഡിൻ്റെ 1 lakh എസ് ലിമിറ്റഡിൻ്റെ റീവാല്യൂഡ് ഫിഗർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഫർണിച്ചർ 30,000 ലെസ് ഡിപ്രീസിയേഷൻ 15%. അപ്പോൾ 25,500 ആണ് കാണിക്കേണ്ടത്. 25,500 ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. നെക്സ്റ്റ് വരുന്നത് കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സ് എച്ച് ലിമിറ്റഡിൻ്റെയും എസ് ലിമിറ്റഡിൻ്റെയും ആഡ് ചെയ്യാം. എച്ച് ലിമിറ്റഡ് പ്ലസ് എസ് ലിമിറ്റഡ് 11,66,000 ആണ് വരുന്നത്. ഇനി ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ് നമ്മൾ എസ് ലിമിറ്റഡിൻ്റെ ഷെയർ ക്യാപിറ്റലായിട്ട് ക്യാൻസൽ ചെയ്തു പോയി. അപ്പോൾ ഇനി ഒന്നും വരുന്നില്ല. അസറ്റ് സൈഡ് നമ്മൾ ആഡ് ചെയ്ത് നോക്കാം ടോട്ടൽ അസറ്റ്സ്. അപ്പോൾ രണ്ടും ഈക്വലായി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം.